ഹലോ സ്റ്റുഡൻസ്. നീറ്റിന്റെ പരീക്ഷ അടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലൂടെ ഞാൻ എങ്ങനെയാണ് നമുക്ക് നീറ്റിലെ ഒരു ഫിസിക്സ് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, അതിന്റെ എളുപ്പ മാർഗങ്ങൾ എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് കുട്ടികൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചില ക്വസ്റ്റ്യനുകളിലൂടെ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പൊതുവെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അതെങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. അപ്പൊ നീറ്റിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി നിങ്ങളുടെ ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. അതായത് ഒരു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് ബൈ ഹാൻഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മെമ്മറിയിൽ ഓർമ്മ വരുന്ന രീതിയിൽ ഇക്വേഷൻസ് മാക്സിമം റിവൈസ് ചെയ്യുക. അല്ലാതെ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് സമയം ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പൊ ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഒരു പ്രീവിയസ് ഇയർ നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട EMIയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മാഗ്നറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട കീ കൺസെപ്റ്റുകൾ എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് മാഗ്നറ്റിക് എനർജിയാണ്, കൂടാതെ ഇൻഡക്ടറിന്റെയും കറണ്ടിന്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമതായ ഒരു മിസ്റ്റേക്ക് കോമൺ ആയിട്ട് കാണുന്നത്, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന് അടുത്തായിട്ട് കിട്ടുക. പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ പലരും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും, അതായത് എല്ലാ സൈഡിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുത്തിക്കുറിച്ച് പ്രോബ്ലം ചെയ്യുന്നത് കാണാൻ പറ്റും. അതൊരു നല്ല അപ്രോച്ച് അല്ല. അതിന്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും. കാരണം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ഒരിക്കലേ ചെയ്യേണ്ടി വരാവൂ. അതായത് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി വൃത്തിയായിട്ട് ചെയ്യുക. പരമാവധി ചെയ്യുന്നത് എപ്പോഴും ആ ക്വസ്റ്റ്യൻ അടുത്ത് തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മാഗ്നറ്റിക് എനർജിയാണ്, അല്ലെ? മാഗ്നറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½ Li² ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇനി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വാല്യൂസ് എന്താണ്? 2 ആംപിയർ കറണ്ട് ആണ്. അപ്പൊ രണ്ടിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ അത് 4 ആയി. പിന്നെ ഒരു 4 മൈക്രോ ഹെൻറിയും കൂടെ തന്നിട്ടുണ്ട്. 2ഉം 4ഉം കട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 2 കിട്ടും. അപ്പൊ 1/2 ടൈംസ് 4 മൈക്രോ ഹെൻറി ആണ്. 10⁻⁶ ആണ്. കൂടാതെ നമുക്ക് ഇവിടെ വരുന്ന എന്താണ്? വീണ്ടും ഒരു 4 ആണ്. അപ്പൊ 16/2 8 മൈക്രോ ജൂൾ എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് ഇപ്പോ ഇക്വേഷൻ എഴുതിയത് കൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. എന്നാൽ പോലും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇപ്രാവശ്യത്തെ നീറ്റ് എന്ന് പറയുന്നത് 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 180 മിനിറ്റ്സിൽ തന്നെ ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് എന്ന രീതിയിലാണ്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ നമുക്ക് 1 മിനിറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ആ ക്വസ്റ്റ്യനുകളുടെ ഇക്വേഷൻ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ചെയ്യാവൂ. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്വസ്റ്റ്യന്റെ താഴെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 145 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യേണ്ടത്. ഈ 45 നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. കോമൺ ആയിട്ട് നീറ്റിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ, എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും കുറച്ച് അധികം ക്വസ്റ്റ്യനുകളും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. ഒരു ഉദാഹരണമായിട്ട് ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് ദ നമ്പർ ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 660 നാനോമീറ്റർ എമിറ്റഡ് പെർ സെക്കൻഡ്. അതായത് നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ സെക്കൻഡ് കിട്ടുക? നമുക്ക് പവർ എന്ന് പറയുന്നതിനെ, പവറിനെ നമുക്ക് എന്തെന്ന് എഴുതാം? പവർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് നമ്മൾ എന്ത് പറയാം? എനർജി പെർ യൂണിറ്റ് ടൈം ആയിട്ട് പറയാം. എനർജി ഓഫ് എ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ n ഫോട്ടോണിന്റെ എനർജി, ഒരു ഫോട്ടോണിന്റെ എനർജി hν വെച്ച് nhν എന്ന് എഴുതാം ബൈ ടി. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? പവർ ഇസ് ഈക്വൽ ടു n/t ടൈംസ് hν ആണ്. സോ n/t ഈക്വൽ ടു, ഇത്രയൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷോർട്ട് വാല്യൂ എഴുതാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പവർ ബൈ hν എന്ന് പറയാം. ഇതില് നമുക്ക് പവറും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവാം ചിലപ്പോൾ. അപ്പൊ നമുക്ക് 1/h വാല്യൂ നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ ദാറ്റ് വിൽ ബി 1.5 ടൈംസ് 10⁻³ എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി? നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ സെക്കൻഡ്, ഈ ഫ്രീക്വൻസി ഈസ് ഗിവൺ, ദെൻ പവർ ബൈ ഫ്രീക്വൻസി ടൈംസ് 1.5 ടൈംസ് 10⁻³ എന്ന് അറിഞ്ഞാൽ മതി. ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വേവ് ലെങ്തും പവറും ആണ്. അപ്പൊ നമുക്ക് ഇതേ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പവർ ഇസ് ഈക്വൽ ടു n/t ടൈംസ് hc/λ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ n/t വിൽ ബി ഈക്വൽ ടു p ടൈംസ് λ ബൈ hc എന്ന് എഴുതാം.
അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി 1/hc വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. 1/hc വാല്യൂ നിങ്ങൾക്ക് അറൌണ്ട് 5 ടൈംസ് 10⁻24 ടൈംസ് പവർ ടൈംസ് വേവ് ലെങ്ത് എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് എഫിഷ്യൻസിയും കൂടെ തന്നിട്ടുണ്ട് എങ്കിൽ ഈറ്റയുടെ വാല്യൂ കൂടെ കൊടുക്കുക. ശ്രദ്ധിക്കണം, വേവ് ലെങ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണോ അതിന്റെ യൂണിറ്റ് അത് ഉൾപ്പെടെ വേണം. അതിന്റെ നാനോമീറ്ററിലാണോ ആങ്സ്ട്രോം ആണോ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയ്തർ 5 ടൈംസ് 10⁻24 ടൈംസ് പവർ ടൈംസ് വേവ് ലെങ്ത് ടൈംസ് ഈറ്റ. ഇവിടെ ഈറ്റ തന്നിട്ടില്ല, ഇവിടെ പവറും വേവ് ലെങ്തും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതല്ല എങ്കിൽ ഫ്രീക്വൻസി ആണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതൊരു വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ഫോട്ടോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേറൊരു ഐഡിയ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസും ഒരു പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസും നമുക്ക് തന്നിട്ട് ആ സർഫസുകളിൽ ഈ പറയുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ പ്രഷറിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, റേഡിയേഷൻ പ്രഷറിനെ നമുക്ക് I/C എന്ന ഫോമിൽ എഴുതാം. റേഡിയേഷൻ പ്രഷറിനെ I/C ഫോമിൽ എഴുതാം. അപ്പോ പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ എന്താണോ വന്ന് വീഴുന്നത് അത് തന്നെ നമുക്ക് തിരിച്ച് അതുപോലെ റിഫ്ലക്ട് ചെയ്ത് കിട്ടും. സോ റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്, ഇവിടെ റേഡിയേഷൻ പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2I/C ആയിട്ടും, അതേസമയം പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് ആണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ആയിട്ടൊന്നും ഉണ്ടാവില്ല. സോ അവിടെ റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത് I/C ആയിട്ട് എഴുതാം. അപ്പൊ ഇതും നിങ്ങളൊന്ന് ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ ഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് പല രീതികളുണ്ട് അല്ലെ. നമ്മൾ എന്താ പൊസിഷന്റെ വേവിന്റെ ഇക്വേഷനെ നമുക്ക് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന ഫോമിലൊക്കെ നമ്മൾ എഴുതാറുണ്ട്. എന്നിട്ട് നമ്മൾ വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നും എഴുതാറുണ്ട്. അതിന് പകരം നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം, അതായത് ഈ രീതിയിലും ചെയ്യാം, പക്ഷെ ഇത് ഒരു ലെങ്തി പ്രോസസ് അല്ലേ. അതിന് പകരം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കുക, വൈ എക്സ് കോമ ടി യെ നമുക്ക് എഫ് ഓഫ് എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി ടി എന്ന് പറയാം. ഇതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു ഫോമിൽ എഴുതിയ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം എന്ന രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് ബി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, കോഎഫിഷ്യന്റ് ഓഫ് ബി ഇവിടെ എന്താണ്, സമയത്തിന്റെ കോഎഫിഷ്യന്റ് 100 ആണ്. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് പൊസിഷൻ എന്താണ്, 1/10 ആണ്. അപ്പൊ 100/1/10 എത്രയായിരിക്കും, 1000 ആയിരിക്കും ഉത്തരം. അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ സ്റ്റെപ്പ് അറിയാമെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് സമയത്തെ കോഎഫിഷ്യന്റ് ഓഫ് പൊസിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. ആ ഒരൊറ്റ കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി. കണ്ടോ, ഇത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫ്ലക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരും പഠിച്ചു വെക്കും ഫ്ലക്സ് എന്ന് പറയുന്നത് E.A ആണ്. അതുകൊണ്ട് തന്നെ EA കോസ് തീറ്റയാണ് ഫ്ലക്സിന്റെ വാല്യൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് EL² കോസ് തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണെന്ന് വിചാരിക്കും, ബി ആണ് ഉത്തരം എന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഇതൊരു റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, റോങ് അപ്രോച്ച് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓബ്വിയസ്ലി, അപ്പൊ ഇതെന്തായാലും ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയാണ്. ഓബ്വിയസ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് E.A ആണ് അല്ലെ, രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുക, ഏരിയ വെക്ടർ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യനിലെ കീ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആക്ടിങ് അലോങ് ദ സെയിം പ്ലെയിൻ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലെയിനിന് അലോങ് ആണ്, ഈ പേപ്പറിന് അലോങ് ആണ്. അതേസമയം ഇതൊരു സ്ക്വയർ ആണ്. സ്വാഭാവികമായിട്ട് ഈ സ്ക്വയറിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എപ്പോഴും ഏരിയ വെക്ടർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാ, 90 ഡിഗ്രി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആൻസർ എന്തേ കിട്ടുകയുള്ളൂ, 0 കിട്ടുകയുള്ളൂ. ഫ്ലക്സ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അതായത് ആംഗിൾ എത്രയാണ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ആംഗിൾ എന്തൊക്കെ തമ്മിലാണ്, ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലാണ് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അവര് 90 ഡിഗ്രിയിലാണ്. അതാണ് പലപ്പോഴും കുട്ടികൾ വിട്ടുപോകുക. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണോ ചെയ്ത് കിട്ടുമ്പോൾ തെറ്റായിട്ട് കിട്ടുന്ന ഉത്തരം അതും ഓപ്ഷനിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇമ്പൾസീവ് ആയിട്ട് ഒരിക്കലും ഉത്തരം എഴുതരുത്.
ഓക്കെ, ഞാൻ പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതായിരിക്കും ഉത്തരം എന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു പ്ലെയിൻ സർഫസിന് അലോങ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ആ പ്ലെയിനിന്റെ ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലക്സ് സീറോ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് വരാം. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് പെർസെന്റേജ് പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ പെർസെന്റേജ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പെർസെന്റേജ് പ്രോബ്ലംസിനകത്ത് പെർസെന്റേജ് ചേഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തരാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പോ y എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ വാല്യൂവിൽ നിന്നും നമ്മൾ അതിന്റെ ഇനിഷ്യൽ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിന്റെ ഇനിഷ്യൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടൈംസ് 100. ഇതാണ് പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കേസിലും നമുക്ക് ഈ ഒരു പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരാറില്ല. പ്രത്യേകിച്ചും ഇഫ് ദ പെർസെന്റേജ് ഗിവൺ, നമുക്ക് തന്നിരിക്കുന്ന പെർസെന്റേജ് എന്ന് പറയുന്നത് 10%-നും താഴെയാണെങ്കിൽ, ബിലോ 10% ആണെങ്കിൽ, അതായത് ഇപ്പോ 1%, 0.5%, 2%, 4% അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട. പകരം എറർ അനാലിസിസിന്റെ ഐഡിയ ഉപയോഗിക്കാം. അതായത് എറർ അനാലിസിസ് വെച്ച് നമുക്ക് സിമ്പിൾ പെൻഡുലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ? സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 2% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഓർക്കുക, പെർസെന്റേജ് എന്ന് പറയുന്നത് 2%ആണ്. 2% ഈസ് ലെസ് ദാൻ 10% അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു അപ്രോച്ചിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് എറർ അനാലിസിസിന്റെ ഐഡിയ വെച്ച് ഡെൽറ്റ ടി ബൈ ടി ടൈംസ് 100. നമുക്ക് ഇവിടെ ലെങ്ത് മാത്രമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ലെങ്തിനെ റൂട്ട് ഓഫ് ലെങ്ത് എന്നാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ റൂട്ടിനെ നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് ആക്കി 1/2, നമുക്ക് x⁻²² എന്ന് പറയുന്നതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ റൂട്ടിനെ നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് ആക്കി മാറ്റുക. ദെൻ ഡെൽറ്റ L/L ടൈംസ് 100 ആക്കി എഴുതാം. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 1/2 ടൈംസ് ഡെൽറ്റ L/L ടൈംസ് 100 എത്രയാണ്? 2 ആണ്. അപ്പൊ എത്രയായിരിക്കും ടൈമിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്? 1% ആണ്. ഇനി അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? സിൻസ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റൂട്ട് ഓഫ് ലെങ്ത്, സ്വാഭാവികമായിട്ടും ടൈം പീരീഡും എന്ത് ചെയ്യുകയുള്ളൂ? കൂടുകയുള്ളൂ. കാരണം ലെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ ടൈം പീരീഡ് കൂടുകയുള്ളൂ, കുറയില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഒരു മെത്തേഡ് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? നമ്മുടെ പെർസെന്റേജ് ചേഞ്ച് 10%-ന് താഴെയാണെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഏത് ഇക്വേഷനും ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് ദ പെർസെന്റേജ് ചേഞ്ച് ഈസ് ബിലോ 10% എങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് വെയർ ടു ബി ഷ്രിങ്ക് ബൈ 1%. അപ്പൊ റേഡിയസ് നമ്മൾ കുറച്ചു എന്നാണ് പറയുന്നത്. റേഡിയസിന്റെ വാല്യൂ കുറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജിയുടെ വാല്യൂന് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ജി എന്ന് പറയുന്നത് gm/r² ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ് അല്ലെ? അപ്പൊ റേഡിയസ് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ g/g ടൈംസ് 100 ഈക്വൽ ടു നമ്മുടെ കോഎഫിഷ്യന്റിനെ, പവറിനെ കോഎഫിഷ്യന്റ് ആക്കുക, ദെൻ ഡെൽറ്റ r/r ടൈംസ് 100 എന്ന് എഴുതാം. നമുക്ക് ഇത് എന്ത് തന്നിട്ടുണ്ട്? ഡെൽറ്റ r/r എത്രയും തന്നിട്ടുണ്ട്? 2 ടൈംസ് 1% ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 2% എന്ന് കിട്ടും. സോ നമുക്ക് പറയാം ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ബൈ 2% എന്ന് പറയാം. അപ്പൊ ഈ പ്രോബ്ലംസ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്രയും ഇക്വേഷൻസ് ഒക്കെ എഴുതിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടണം. ആ ഇക്വേഷൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പവർ, അതിനെ എന്താക്കുക? കോഎഫിഷ്യന്റ് ആക്കുക, അതിന്റെ പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും എഴുതിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യനുകളെ അപ്രോച്ച് ചെയ്യുക. ഇത് വളരെ ചെറിയൊരു രീതിയിൽ ഞാൻ ഈ ക്വസ്റ്റ്യനുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനൽ വഴി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പൊ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.